നമസ്കാരം. നമസ്കാരം, ഗോകുൽ ശ്രീധരൻ. ഞാൻ സംസാരിക്കുന്ന കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് പറയണം കേട്ടോ. ജോബി ജോസ്, ശോഭന എൻ, 5 പേരായിട്ടുണ്ട്. ഈ 5 പേരിൽ ആരെങ്കിലും എൻ്റെ സൗണ്ട് ഓക്കെ ആണോ എന്നൊന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. സിബി ജോൺ, ഹായ് സിബി ജോൺ. എല്ലാവർക്കും പ്രവാസി എക്സ്പ്രസിൻ്റെ ന്യൂഡ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. സിബി ഹലോ. സിബി സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് പറയൂ കേട്ടോ. വോളിയം ഓക്കെ ആണോ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ എനിക്ക് അതിനനുസരിച്ച് കേൾക്കാം. മുരളി കൃഷ്ണ, യെസ്. സോ സൗണ്ട് ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. 11ഓളം പേരായി. എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇന്ന് അടുത്തൊരു വീക്കെൻഡാണ്. പ്രവാസി എക്സ്പ്രസിൻ്റെ ലൈവ് ന്യൂസ് ബുള്ളറ്റിൻ ഇന്ന് 7ാമത്തെ ബുള്ളറ്റിനാണ്. നമുക്കിതുവരെയും നല്ല പ്രതികരണങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. ഒരുപാട് നല്ല ഫീഡ്ബാക്കുകൾ ലഭിച്ചു, ഒരുപാട് നിർദ്ദേശങ്ങളും റിക്വസ്റ്റുകളും ലഭിച്ചു. അതനുസരിച്ച് നമ്മൾ ഇമ്പ്രൂവ് ആവുകയും കൂടുതൽ കാര്യങ്ങൾ ആഡ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഒന്ന് ഷെയർ ചെയ്യാം. കുറച്ച് നേരം നമുക്ക് ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാം. ഡിക്സ് മാത്യു, ഹായ് ഹായ്. അപ്പോൾ കുറച്ച് പേരും കൂടി വന്നിട്ട് നമുക്ക് ന്യൂസിലേക്ക് പോകാം. സിബി ജോൺ സൗണ്ട് ഓക്കെയാണ്. ഓക്കെ, താങ്ക് യു കേട്ടോ. നിതിൻ ദാസ് ഇസ് വാച്ചിങ്. അപ്പോൾ ഇന്നിപ്പം വീക്കെൻഡായിട്ട് വീട്ടിലെത്തിയിട്ടുള്ളവരും വീട്ടിലെത്തിക്കൊണ്ടിരിക്കുന്നവരും ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ലൈവായിട്ട് ചോദിക്കാനുള്ള കാര്യങ്ങൾ ചോദിക്കുക, സംശയങ്ങൾ ചോദിക്കുക. നിങ്ങളുടെ സംശയങ്ങളും നിങ്ങൾക്ക് ഫ്രണ്ട്സിന് വേണ്ടിയിട്ടായാലും അറിയാനുള്ള കാര്യങ്ങളും ചോദിക്കാം. കഴിവതും എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്ന് തന്നെയും ലൈവായിട്ട് തന്നെയും പറഞ്ഞു തരുന്നതാണ്. കൂടുതൽ അപ്ഡേറ്റ്സും റിക്വസ്റ്റും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അടുത്ത വരുന്ന ബുള്ളറ്റിനുകളിൽ അത് ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുവരെ ഉണ്ടായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സിനും സജഷൻസിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. അത് പ്രവാസി എക്സ്പ്രസിൻ്റെ ടീമിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്, അവരെ റെപ്രസെൻറ്റ് ചെയ്തിട്ട്. അത്യാവശ്യം കുറേ ആളുകൾ വന്നു, 30ഓളം പേരായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പയ്യെ ന്യൂസിലേക്ക് തിരിയാം. അതിന് മുന്നേ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അനീസ് മുഹമ്മദ്, ഹായ് അനീസ്. ജോബിൻ, ഹായ്, താങ്ക് യു. എല്ലാവർക്കും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും വർക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. സിംഗപ്പൂരിലൊരു ടൈം വെച്ചിട്ട് വർക്ക് കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ടാവണം. നാട്ടിലിപ്പോൾ ഒരു 6 മണിയൊക്കെ ആയിട്ടുള്ളൂ. രാജേഷ് നായർ, എല്ലാ ആഴ്ചയും വാർത്താ വിശേഷമുണ്ടോ? ഉണ്ട്. ആഴ്ചയിൽ 2 തവണ ഉണ്ട് വാർത്ത ലൈവായിട്ട് നമ്മൾ ടെലികാസ്റ്റ് ചെയ്യുന്നത്, ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും. അപ്പോൾ 2 ദിവസവും ഒരേ സമയമാണ് കേട്ടോ. 8:30 മുതൽ 9-9:30 വരെ. നിങ്ങളുടെ ഇൻറ്ററാക്ഷൻ അനുസരിച്ച് കുറച്ച് നീണ്ടൊക്കെ പോകാറുണ്ട്. അപ്പോൾ 8:30-ക്ക് നമ്മൾ ലൈവ് ബുള്ളറ്റിൻ സ്റ്റാർട്ട് ചെയ്യും. ജോസഫിൻ റോച്ച്, സുഖമാണ്. ഓക്കെ, എല്ലാവർക്കും സുഖമാണ്. രജികുമാർ ഗോപാൽ, താങ്ക് യു രജികുമാർ. ഓക്കെ, ഇപ്പം അത്യാവശ്യം 45ഓളം പേരായി. ഇനി അധികം ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് വാർത്തകളിലേക്ക് പോകാം. ഓക്കെ, ഇന്ന് നമുക്ക് നമ്മുടെ സ്ഥിരം പാറ്റേണിൽ തന്നെയും സ്റ്റാർട്ട് ചെയ്യാം. സിംഗപ്പൂരിലുള്ള ഇപ്പോഴത്തെ കേസുകളും ഇപ്പോഴത്തെ സിറ്റുവേഷനും നോക്കിയിട്ട് നമുക്ക് മറ്റു വാർത്തകളിലേക്ക് പോവാം. അപ്പോൾ ഞാൻ കുറച്ച് നേരം വാർത്തയിലേക്ക് ഫോക്കസ് ചെയ്യാണ് കേട്ടോ. ഇത് കഴിയുമ്പോൾ ഇതിനിടയ്ക്കും നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് ചോദിച്ചോളൂ. ഇത് കഴിയുമ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി വേണ്ടെന്നുണ്ടെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് സിംഗപ്പൂർ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൻ്റെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് പുതുതായിട്ട് സിംഗപ്പൂരിൽ 10 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ എല്ലാം തന്നെയും ഇമ്പോർട്ടഡ് ആണ്. അവരെല്ലാവരും സ്റ്റേ ഹോം നോട്ടീസിൽ ഇരിക്കുന്നവരാണ്, യാത്ര ചെയ്ത് വന്നവരാണ്. ഒരു കമ്മ്യൂണിറ്റി കേസും തന്നെയും ഇല്ല. അപ്പോൾ വളരെ സേഫ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് ഇന്ന് സിംഗപ്പൂരിൽ. അതുപോലെ ഇപ്പോൾ സിംഗപ്പൂരിൽ ആകെയുള്ള ആക്റ്റീവ് കേസുകളുടെ എണ്ണം 84 ഇതിൽ 43 പേർ ആശുപത്രികളിലാണ്, ബാക്കിയുള്ളവർ കമ്മ്യൂണിറ്റി ഫെസിലിറ്റികളിലുമാണ്. ആക്റ്റീവ് കേസസ് 43 കേട്ടോ. അപ്പം ആരും തന്നെയും ICUവിലില്ല. അപ്പോൾ ആരും ക്രിട്ടിക്കൽ ആയിട്ടുള്ളൊരു സ്റ്റേജിലില്ല. അപ്പോൾ ഇതുവരെ കോവിഡ് മരണങ്ങൾ 28 തന്നെ തുടരുകയാണ്. 57,829 ആളുകൾ ഇപ്പോൾ നമ്മൾക്ക് കോവിഡ് വിമുക്തരായി, രോഗം ബാധിച്ച ശേഷം അത് കോവിഡ് വിമുക്തരായിട്ടുണ്ട്.
അപ്പോൾ ഇന്നത്തെ ഒരു സ്റ്റാറ്റസ് നമ്മൾക്ക് സമാധാനപരമാണ്. കൂടുതൽ കമ്മ്യൂണിറ്റി സ്പ്രെഡ് ഇല്ല, 0 കമ്മ്യൂണിറ്റി സ്പ്രെഡാണ്. അപ്പോൾ നമുക്ക് ആശ്വസിക്കാം. ഇനി ഇപ്പോൾ ഇവിടുന്ന് എന്ത് സിറ്റുവേഷനിലാണെങ്കിലും നാട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുന്നവർക്ക് അവർ ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻറ്റോടുകൂടി കേട്ടിരിക്കുന്നത് ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കുള്ളൂ. അപ്പോൾ വന്ദേ ഭാരത് മിഷൻ്റെ ഫേസ് 6 ഷെഡ്യൂൾ ഇപ്പോൾ റിവൈസ് ചെയ്തിട്ടുണ്ട്. അതിൽ നവംബർ 30 വരെയുള്ള ഫ്ലൈറ്റുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ബുള്ളറ്റിനിൽ അറിയിച്ച പോലെ തന്നെയും കേരളത്തിലേക്ക് 2 ഫ്ലൈറ്റുകളാണ് ഇപ്പോൾ ഉള്ളത്. നവംബർ 13, 27 തീയതികളിൽ ബാംഗ്ലൂർ വഴിയാണ് ഈ ഫ്ലൈറ്റുകൾ ഉള്ളത്. അത് കൊച്ചിയിലേക്കാണ്. ഒക്ടോബർ 30 ബാംഗ്ലൂർ വഴി കൊച്ചിയിലേക്ക് ഇപ്പോൾ ഫ്ലൈറ്റ് ഉള്ളത്. ഇപ്പോൾ ഫ്ലൈറ്റ് ഒരെണ്ണം ഉണ്ട്, അതിൽ സീറ്റ് ഇപ്പോഴും അവൈലബിൾ ആണ്. അപ്പം ഇതുവരെയും ബുക്ക് ചെയ്യാത്തവരോ അത്യാവശ്യമായിട്ട് പോകാൻ നിൽക്കുന്നവരോ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് ടിക്കറ്റ് ഇപ്പോഴും ബുക്ക് ചെയ്യാവുന്നതാണ്. ടിക്കറ്റ് ഫെയർ എന്ന് പറയുന്നത് $375 സിംഗപ്പൂർ ഡോളറാണ് കേട്ടോ. പിന്നെ നമ്മളിപ്പം നാട്ടിൽ പോയിട്ട് കുറേ പേരിപ്പം ഇങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടി നിൽക്കുന്നവരുണ്ട്. അപ്പോൾ കഴിഞ്ഞ 2-3 ബുള്ളറ്റിനിലായിട്ട് നമ്മൾ ചർച്ച ചെയ്തൊരു കാര്യമാണ് ഷോർട്ട് ടേം വിസിറ്റ് പാസുകൾ ഇപ്പോൾ അപ്രൂവ് ആവുന്നുണ്ട്, അതിനുള്ള സാധ്യതകൾ കൂടി വരുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വിസിറ്റ് പാസുകൾ ഇപ്പോഴും അപ്രൂവ് ആവാനുള്ള സാധ്യതകളുണ്ട്. ഒക്ടോബർ 18 ശേഷം ലോക്കൽ കോണ്ടാക്റ്റ് വഴിയോ അല്ലെങ്കിൽ ട്രാവൽ ഏജൻറ്റ് വഴിയോ ഓരോ രാജ്യങ്ങളിലെ ഓവർസീസ് മിഷനിൽ കൂടിയൊക്കെ അപ്ലൈ ചെയ്യാൻ സാധിക്കും ഷോർട്ട് ടേം വിസിറ്റ് പാസ്. ഓൾറെഡി ഒരു വിസിറ്റ് പാസ് ഇപ്പോൾ കയ്യിലുണ്ട്, അതിന് എക്സ്പയർഡ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ പുതിയൊരു വിസിറ്റ് പാസ് എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആ വിസിറ്റ് പാസ് യൂസ് ചെയ്തിട്ട് ഇങ്ങോട്ട് ട്രാവൽ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി നാട്ടിൽ നിന്ന് ഷോർട്ട് ടേം വിസിറ്റ് പാസ് അല്ലാതെ ലോങ് ടേം വിസിറ്റ് പാസിൽ ഇരിക്കുന്നവർ വിത്ത് IPA ഫോർ ലോങ് ടേം വിസിറ്റ് പാസ് കയ്യിലുണ്ട്, ഇങ്ങോട്ട് ട്രാവൽ ചെയ്യാൻ വെയിറ്റ് ചെയ്യുന്നവർ ICAയുടെ പെർമിഷൻ എടുക്കേണ്ടതായിട്ടുണ്ട്, സെപ്പറേറ്റ് പെർമിഷൻ എടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇതേപോലെ സ്റ്റുഡൻറ്റ് പാസ് കിട്ടിയിട്ട് ഇവിടെ കോഴ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് പഠിക്കാനായിട്ട് സ്റ്റുഡൻറ്റ് പാസിൻ്റെ IPA അപ്രൂവ് ആയിട്ട് നാട്ടിൽ വെയിറ്റ് ചെയ്യുന്നവർ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ അപ്രൂവൽ എടുക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ വർക്ക് പാസ് കിട്ടിയിട്ടുള്ളവർ, ജോലി കിട്ടിയിട്ട് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യാൻ പറ്റാതെ നാട്ടിൽ സ്റ്റക്കായി നിൽക്കുന്നവർക്ക് ഇപ്പോൾ ട്രാവൽ ചെയ്യാൻ സാധിക്കും. പക്ഷേ അവർ മിനിസ്ട്രി ഓഫ് മാൻ പവറിൻ്റെ MOMൻ്റെ അപ്രൂവൽ എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് നിങ്ങളുടെ കയ്യിൽ ഇങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യാൻ ഉള്ള സിറ്റുവേഷൻ ഉണ്ട്, ഏത് പാസ്സാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്നനുസരിച്ച് ലൈക്ക് IPA എന്തിനുള്ളതാണെന്നുള്ളതനുസരിച്ചിട്ട് ICAയിൽ നിന്നോ MOMൽ നിന്നോ MOEയിൽ നിന്നോ നിങ്ങൾ അപ്രൂവൽ എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ICAയുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് കൃത്യമായിട്ട് നോക്കി അതിനുള്ള പെർമിഷൻസൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വരാം. പിന്നെ ഇങ്ങോട്ട് വരുന്നവർക്ക് ഉള്ള എല്ലാ റെസ്ട്രിക്ഷനും ഒരു ചേഞ്ചും ഇല്ലാണ്ട് സെപ്റ്റംബർ 17 തൊട്ട് സെയിം ആയിട്ട് തന്നെയും കണ്ടിന്യൂ ചെയ്ത് പോരുന്നു. അതിൽ യാതൊരുവിധ ഒഴിവുകഴിവുകളും ഇതുവരെ ഉണ്ടായിട്ടില്ല. വിസ അപ്രൂവ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാത്രയ്ക്ക് മുമ്പ് COVID-19 ട്രാവൽ ചാനൽസ് നിഷ്കർഷിക്കുന്ന യാത്രാ അപ്രൂവൽസ് കൂടി എടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ICA വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. പിന്നെ ഷോർട്ട് ടേം വിസിറ്റ് പാസ് ഇവിടുന്ന് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇന്ത്യയിൽ നിന്ന് മെയിനായിട്ട് നമ്മൾ ഇപ്പോൾ ആരെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്യാനിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പണ്ട് ഡിസ്കസ് ചെയ്ത പോലെ തന്നെയും 3 കാറ്റഗറിയിലുള്ള ആൾക്കാർക്കാണ് വിസിറ്റ് പാസ് അപ്രൂവ് ആവാനുള്ള സാധ്യത. ഒരു ഇമ്മീഡിയറ്റ് ഫാമിലി മെമ്പർ ഓഫ് എ സിംഗപ്പൂർ സിറ്റിസൺ അല്ലെങ്കിൽ ഒരു സിംഗപ്പൂർ PR ഇങ്ങനെയായിട്ടുള്ള അവരുടെ ഇമ്മീഡിയറ്റ് ഫാമിലി, അച്ഛനമ്മ അങ്ങനെയുള്ള ഇമ്മീഡിയറ്റ് ഫാമിലി മെമ്പേഴ്സിനും അതുപോലെ സ്പോസ് ടു ബി ഓഫ് എ സിംഗപ്പൂർ സിറ്റിസൺ ഓർ എ PR ഇപ്പോൾ കല്യാണം കഴിക്കാനിരിക്കുന്ന ഒരാൾക്കും പിന്നെ ഇവിടെ നോൺ റെസിഡൻ്റ് ആയിരിക്കെ തന്നെ സിംഗപ്പൂരിൽ വരേണ്ട ഒരു അത്യാവശ്യമുള്ള ഒരാൾ നാട്ടിൽ ഇവിടെ ഒരു മരണമോ അല്ലെങ്കിൽ സിംഗപ്പൂരിൽ ഏറ്റവും വേണ്ട ഒരു റിലേറ്റീവ് മരിക്കുക അങ്ങനെ ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്കും ഒക്കെയാണ് ഷോർട്ട് ടേം വിസിറ്റ് പാസ് അപ്ലൈ ചെയ്യാനുള്ള ഒരു സാധ്യതയുള്ളത്. ഇങ്ങോട്ട് ഷോർട്ട് ടേം വിസിറ്റ് പാസിൽ വരുന്നവർ പണ്ട് നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന പോലെ തന്നെയും 14 ദിവസത്തിനുള്ളിൽ അവർ എൻട്രി ചെയ്യുന്നുണ്ടെങ്കിൽ അവർ കോവിഡ് ടെസ്റ്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. PCR ടെസ്റ്റ് 72 മണിക്കൂറിന് മുന്നേ ഡിപ്പാച്ചറിന് മുന്നേ എടുക്കേണ്ടതായിട്ടുണ്ട്. ബാക്കി എല്ലാ ഇവിടെ വന്നിട്ടായാലും ക്വാറന്റൈൻ 14 ദിവസത്തെ എല്ലാം സെർവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം അതിലൊന്നും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല കേട്ടോ. ഇനി അതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദ സെയിം 14 ദിവസത്തെ സ്റ്റേ ഹോം നോട്ടീസും കോവിഡ് ടെസ്റ്റും എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ട് തന്നെയാണ് ഇവിടെ വരുന്ന ഏത് പാസുകാർക്കുള്ളത്. പിന്നെ മെയിനായിട്ടും
ഇങ്ങോട്ടേക്ക് വരുന്ന ഈ ഷോർട്ട് ടേം പാസുകൾ 3 ടൈപ്പാണുള്ളത്. ഇപ്പം കേരളത്തിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന് അല്ലാണ്ട് തന്നെയും മറ്റു രാജ്യത്തു നിന്ന് ഇപ്പം ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് പല രാജ്യത്തും പോയിരിക്കുന്നവരുണ്ടല്ലോ, അല്ലെങ്കിൽ ട്രാവൽ ചെയ്യേണ്ടവരുണ്ട്. അപ്പം എയർ ട്രാവൽ പാസ് എന്ന് പറഞ്ഞിട്ടൊരു പാസ് ഉണ്ട്. അത് മെയിനായിട്ടും ഓസ്ട്രേലിയ, ബ്രൂണി, ജെറുസലേം, ന്യൂസിലാൻഡ്, വിയറ്റ്നാം ഇത്രയും കൺട്രികളിലേക്ക് സിംഗപ്പൂരിൽ നിന്ന് ഷോർട്ട് ടേം വിസിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാനുള്ള പാസ്സാണ് എയർ ട്രാവൽ പാസ്. ഓക്കെ. പിന്നെ വേറൊരു പാസ് ഉള്ളത് PCA പാസ്സാണ്. ഈ പാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പീരിയോഡിക് കമ്മ്യൂട്ടിംഗ് അറേഞ്ച്മെൻറ്റ്സ് ആണ്. സോ ആ പീരിയോഡിക് എന്നുള്ള ടേം തന്നെ നമുക്കറിയാം. പീരിയോഡിക്കലി വർക്ക് റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ബിസിനസ് റിലേറ്റഡ് ആയിട്ടോ ട്രാവൽ ചെയ്യുന്നവർക്ക് വേണ്ടി സിംഗപ്പൂരിലും മലേഷ്യയ്ക്കും ഇടയിൽ, മലേഷ്യ സിംഗപ്പൂരിനിടയിൽ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നവർക്ക് വേണ്ട പാസ്സാണ് പീരിയോഡിക് കമ്മ്യൂട്ടിംഗ് അറേഞ്ച്മെൻറ്റ് പാസ്. അതേപോലെ സേഫ് ട്രാവൽ പാസ് ഉണ്ട്. സേഫ് ട്രാവൽ പാസും ആക്ച്വലി ഫ്യൂ കൺട്രീസും സിംഗപ്പൂരും തമ്മിലുള്ളതാണ്. മെയിനായിട്ട് ജപ്പാൻ, റിപ്പബ്ലിക് ഓഫ് കൊറിയ, ബ്രൂണി, ജെറുസലേം, മലേഷ്യ, പിന്നെ ചൈനയിലെ ഒരു 6 പ്രൊവിൻസുകൾ. ഇത്രയുമാണ് ഈ ഒരു പാസിൻ്റെ അപ്രൂവലോടുകൂടി സഞ്ചരിക്കാൻ സാധിക്കുക. പിന്നെ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ലോങ് ടേം വിസിറ്റ് പാസുമായിട്ട് വരുന്നവർക്കും ഷോർട്ട് ടേം വിസിറ്റ് പാസ് ആയിട്ട് വരുന്നവർക്കും ഈ പറഞ്ഞ പോലെ ഇവിടെ വന്നിട്ട് ക്വാറന്റൈൻ ആവശ്യമാണ്. നാട്ടിൽ നിന്ന് വരുമ്പോൾ 72 മണിക്കൂറിനുള്ളിൽ PCR അംഗീകൃത സ്ഥലങ്ങളിൽ നിന്ന് എടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെയും ഇങ്ങോട്ടേക്ക് വരുമ്പോൾ PCR ടെസ്റ്റ്, കോവിഡ് ടെസ്റ്റ് ചെയ്തതിൻ്റെ നെഗറ്റീവ് റിസൾട്ട് കയ്യിൽ കരുതേണ്ടതായിട്ടുണ്ട്. അതേപോലെയും 14 ദിവസത്തെ ക്വാറന്റൈനും മസ്റ്റായിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളിൽ യാത്രകളുടെ കാര്യത്തോളം ഇവിടെ വന്നിട്ടുള്ള റൂളുകളിൽ ഒരുപാട് ചേഞ്ചസ് ഒന്നും ഉണ്ടായിട്ടില്ല. മറ്റു കാര്യങ്ങളുള്ളത്, ഇവിടെ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് ഫേസ് 3 എന്ന് വരും എന്നൊരു ചോദ്യം നമ്മൾ എപ്പോഴും ആലോചിക്കുന്നതാണ്. നമ്മൾ സ്വയം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഫേസ് 3 വന്നാൽ നമുക്ക് കുറച്ചുകൂടി ഫ്രീ ആയിട്ട് പുറത്ത് പോകാനൊക്കെയുള്ള സാധ്യതകൾ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. ഫേസ് 3 എന്നാണ് നമ്മൾക്ക് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതിന് ഒരു കൃത്യമായ ഡേറ്റ് ഇതുവരെയും അനൗൺസ് ചെയ്തിട്ടില്ല. ഇപ്പം നമുക്ക് അറിയാൻ സാധിക്കുന്നത് എൻഡ് ഓഫ് ദിസ് ഇയർ എന്ന് മാത്രമാണ്. അപ്പോൾ ഈ വർഷം അവസാനം 2020 അവസാനത്തോടു കൂടി നമുക്ക് ഫേസ് 3 സ്റ്റാർട്ട് ചെയ്യും എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഫേസ് 3 തുടങ്ങുകയാണെങ്കിലും അവിടെ ഒരുപാട് നമുക്ക് ഫ്രീഡം ഉള്ള ഒരു പുറത്തു പോകാൻ പറ്റിയൊരു അവസ്ഥ അവർക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടിയ വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പുറത്ത് പോകുമ്പോഴുള്ള സ്മോൾ ഗ്രൂപ്പ്സും ഇപ്പം തന്നെയും ചോദിച്ചു വെൻ വിൽ ഫേസ് 3 കം. ഫേസ് 3 വരുന്ന ഒരു ഡേറ്റ് ഇതുവരെയും നമുക്ക് അവൈലബിൾ ആയിട്ടില്ല. പക്ഷേ എൻഡ് ഓഫ് ദിസ് ഇയർ ഉറപ്പായിട്ടും ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനൊരു ഇൻഫർമേഷനാണ് നമുക്കുള്ളത്. ഗ്രൂപ്പ്സൊക്കെ സ്മോൾ സൈസ് ഗ്രൂപ്പ് തന്നെയായിട്ട് കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ടുണ്ട്. സേഫ് ഡിസ്റ്റൻസിങ് എല്ലാം കീപ്പ് ചെയ്തിട്ടാണ് പുറത്ത് പോകാൻ സാധിക്കുള്ളൂ. 1 മീറ്റർ ഡിസ്റ്റൻസിങ് ഒക്കെ മസ്റ്റാണ്. അതുപോലെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുമ്പോൾ മാസ്ക് ധരിക്കുക എന്നുള്ളതും ഓഫ് കോഴ്സ് ഡിസ്റ്റൻസിങ് കീപ്പ് ചെയ്യുക എന്നുള്ളതും അതേപോലെ തന്നെയും നമുക്ക് എന്തെങ്കിലും കോവിഡ് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, നമുക്ക് ഫീവറോ ത്രോട്ട് പെയിനോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യുകയും ടെസ്റ്റ് ചെയ്യുക, കോവിഡ് ടെസ്റ്റ് എടുക്കുക, സ്വാബ് ടെസ്റ്റ് എടുക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മസ്റ്റായിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കും ഫേസ് 3 വരിക. അപ്പോൾ ഫേസ് 3 എന്ന് വരും എന്നുള്ളത് നമുക്കിപ്പോഴും അറിയില്ല. എങ്കിലും ഫേസ് 3 ഒരു പ്രീ ഇവൻറ്റ് ടെസ്റ്റിംഗ് എന്നൊരു കാര്യത്തെ പറ്റി പറയേണ്ടായിരുന്നു. പ്രീ ഇവൻറ്റ് ടെസ്റ്റിംഗ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവൻറ്റുകളുടെ ആൾക്കാരുടെ കപ്പാസിറ്റിയൊക്കെ കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊരു 50ലേക്കൊക്കെ എത്തുമ്പോൾ അത് ഓഫ് കോഴ്സ് റിസ്ക് തന്നെയാണ്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ ഇവൻറ്റിന് മുന്നേ ആയിട്ട് ഒരു ടെസ്റ്റ് ഫോർ കോവിഡ്, ഇറ്റ്സ് നോട്ട് ദ സ്വാബ് ടെസ്റ്റ്, അത്രയും എന്താ പറയുക എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ആയിരിക്കില്ല. കുറച്ചുകൂടി ചീപ്പർ ആയിട്ടുള്ള ഒരു ആൻറ്റിജൻ റാപ്പിഡ് ടെസ്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ളൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെയും നമുക്ക് ഡിജിറ്റൽ കോൺടാക്ട് ട്രേസിങ് കുറച്ചുകൂടി എഫക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് കമ്പൽസറി ആക്കാനും ട്രേസ് ടുഗെദർ ആപ്പ്, എനിക്ക് തോന്നുന്നു മിക്ക കമ്പനികളിലും ട്രേസ് ടുഗെദർ ആപ്പ് മസ്റ്റാണ്. അപ്പം വർക്ക് ചെയ്യാത്തവരും അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയിഡായിട്ട് വീട്ടിലിരിക്കുന്നവരൊക്കെ ചിലപ്പം അതത്രയും ആക്റ്റീവായിട്ട് യൂസ് ചെയ്യണ്ടാവില്ല. അപ്പോൾ സേഫ് എൻട്രി അങ്ങനത്തെ കാര്യങ്ങൾക്ക് സേഫ് എൻട്രി ഈ ട്രേസ് ടുഗെദർ ആപ്പ്
കമ്പൽസറി ആയിട്ട് വരാനുള്ള ഒരു എല്ലാ മുന്നൊരുക്കങ്ങളും തുടങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം നമുക്ക് ട്രേസ് ടുഗെദർ ആപ്പ് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെയും അതിനൊരു ടോക്കൺ അവൈലബിൾ ആണ്. ആ ടോക്കൺ യൂസ് ചെയ്തിട്ട് നമുക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഗവൺമെൻറ്റിന് നമ്മുടെ പോയ സ്ഥലങ്ങളൊക്കെ ട്രാക്ക് ചെയ്യാൻ പറ്റും. അത് ആക്ച്വലി നമുക്ക് ക്ലസ്റ്റേഴ്സ് ഫൈൻഡ് ചെയ്യാനും ഒരുപാട് കേസസ് കൺട്രോൾ ചെയ്യാനും ഒരുപാട് ഏരിയ ബ്ലോക്ക് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ടോക്കൺസ് അവൈലബിൾ ആകുമ്പോൾ ഫോണിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാത്തവർക്കും അത് കുറച്ച് യൂസ്ഫുൾ ആയിരുന്നു. അപ്പോൾ ഈ ടോക്കൺസ് ആക്ച്വലി ഇപ്പം 38ഓളം കമ്മ്യൂണിറ്റി സെൻറ്റേഴ്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇനി ഒരു നവംബർ അവസാനം ആകുമ്പോഴത്തേക്കും 108ഓളം കമ്മ്യൂണിറ്റി സെൻറ്റേഴ്സിൽ CCസിൽ ഇങ്ങനെ ട്രേസ് ടുഗെദറിൻ്റെ ടോക്കൺസ് അവൈലബിൾ ആക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ അടുത്ത് ഉള്ള ഈ ഒരു അവൈലബിലിറ്റി എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ടോക്കൺ ഗോവേർ എന്ന വെബ്സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് എവിടെയാണ് നിങ്ങൾക്ക് ട്രേസ് ടുഗെദറിൻ്റെ ടോക്കൺ അവൈലബിൾ ആയിട്ടുണ്ടാവുക എന്ന് അറിയാൻ സാധിക്കും. അപ്പോൾ അത് പോയിട്ട് കളക്ട് ചെയ്യാം. പിന്നെ ഗ്രൂപ്പ് സൈസ് ഇപ്പോൾ 5 പേരിൽ നിന്നും ഒരു 7-8 അങ്ങനെ നമ്പറിലേക്ക് കൂടാനുള്ള സാധ്യതകളുണ്ട്. കപ്പാസിറ്റി ലിമിറ്റ്സ് കൂടാനുള്ള സാധ്യതകളുണ്ട്. ഫേസ് 3 ഇപ്പം ഉള്ളതിനേക്കാളും കുറച്ചുകൂടി ഓപ്പൺ അപ്പ് ആവുന്നുണ്ട്. എങ്കിലും അതിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം ഈ വർഷത്തിൻ്റെ അവസാനത്തോടു കൂടി നമുക്ക് ഫേസ് 3 വരണതും കാത്തിട്ടിരിക്കാം. അതിപ്പം നിവർത്തിയുള്ളൂ. അപ്പോൾ ഇപ്പം എന്തായാലും ഇപ്പോൾ ഉള്ള റൂളുകളൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പാലിച്ച് തന്നെ മുന്നോട്ട് പോവാം. പിന്നെ വേറെ ഒരു കാര്യമുള്ളത്, സിംഗപ്പൂരും ഹോങ്കോങ്ങും ഒരു എയർ ട്രാവൽ ബബിൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നതായി നമ്മൾ കഴിഞ്ഞ ബുള്ളറ്റിനിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് മിനിസ്ട്രി ഓഫ് ഹോങ്കോങ്ങിൻ്റെ മിനിസ്ട്രിയാണ് അത് അനൗൺസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ പല സ്ഥലത്തേക്കും നമ്മളിപ്പോൾ ഷോർട്ട് ടേം വിസിറ്റ് പാസൊക്കെ അപ്രൂവ് ആവുന്നതിൻ്റെ തന്നെയും ഒരു മെയിൻ കാരണം അല്ലെങ്കിൽ ഒരു സൂചനയാണ്. നമ്മൾക്ക് കൂടുതൽ കേസുകൾ കുറയുന്നു, കൂടുതൽ ഓപ്പൺ അപ്പ് ആവുന്നു, ആൾക്കാർക്ക് ജോലി സംബന്ധമായിട്ട് യാത്രകൾ സാധ്യമാകുന്നു. എസെൻഷ്യൽ ബിസിനസ്സും ഓഫീസ് ട്രാവലും കാര്യങ്ങളൊക്കെ സിംഗപ്പൂരും ഇന്തോനേഷ്യയും ഒക്കെ റെസ്യൂം ചെയ്യുകയാണ്. ആപ്ലിക്കേഷൻസ് അതെല്ലാം ഇതൊക്കെ എന്താ പറയുക, നിലവിൽ വരുന്നത് ഒക്ടോബർ 26 കൂടിയാണ്. അതൊക്കെ അടുത്ത് കഴിഞ്ഞു. നമ്മളിപ്പോൾ ഒക്ടോബർ 23 അപ്പം ഒക്ടോബർ പകുതിയോടുകൂടി ഒരുപാട് കാര്യങ്ങൾ ഓപ്പൺ അപ്പായി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ള സൈനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. തായ്ലൻഡിലേക്ക് ടൂറിസ്റ്റ് വിസ ഓപ്പൺ ആയതായിട്ടൊരു വാർത്തയുണ്ടായിരുന്നു. സിംഗപ്പൂരിൽ PRസിനും അല്ലെങ്കിൽ സിംഗപ്പൂരിയൻസിനും സിറ്റിസൻസിനും ഇപ്പം ടൂറിസ്റ്റ് വിസ തായ്ലാൻഡിലേക്ക് അവൈലബിൾ ആണ്. 90 ദിവസം അവിടെ താമസിക്കാൻ പാകത്തിന് തായ്ലാൻഡിലേക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. അതിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഒരു 500K ബാത്ത് അല്ലെങ്കിൽ ഇക്വലന്റ് ടു 22K സിംഗപ്പൂർ ഡോളർ അക്കൗണ്ടിൽ കഴിഞ്ഞ ഒരു 6 മാസം നിങ്ങളുടെ അക്കൗണ്ടിലുണ്ടെന്നുള്ളത് അത് ഒരു തെളിവായിട്ട് കാണിക്കേണ്ടതായിട്ടും സിംഗപ്പൂർ എയർലൈൻസ് വഴി ട്രാവൽ ചെയ്യേണ്ടതായിട്ടും പിന്നെ അതിൽ കുറച്ച് അധികം കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ജോലി സംബന്ധമായിട്ടൊക്കെ യാത്ര ചെയ്യാൻ വെയിറ്റ് ചെയ്യുന്നവർക്കോ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കോ ഒക്കെ തായ്ലാൻഡിലേക്ക് PRO സിംഗപ്പൂർ സിറ്റിസണോ ആണെങ്കിൽ യാത്ര ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞിരിക്കുകയാണ്. അതേപോലെ ഇവിടെ കയാക്കിങ്ങും സൈക്ലിങ്ങിനൊക്കെ പോകുമ്പോൾ കൂടുതൽ ആൾക്കാരുടെ എണ്ണം 10 to 20 വരെ ആവാനുള്ള ഒരു സാധ്യത നവംബർ 1 ശേഷം, അത് അനൗൺസ്ഡ് ആയിട്ടുള്ള ന്യൂസാണ്. സിംഗപ്പൂർ ടൂറിസം ബോർഡ് അത് അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. ഇത് നവംബർ 1 ശേഷമാണ് പ്രാബല്യത്തിൽ വരിക. അതിൽ ടൂർ ഗൈഡ് ഉൾക്കൊള്ളാതെയാണ് കേട്ടോ, എക്സ്ക്ലൂഡിങ് ദ ടൂർ ഗൈഡാണ് ഈ ഒരു അനൗൺസ്മെൻറ്റ്. അപ്പോൾ ഒരു ബിഗ് ഗ്രൂപ്പായിട്ട് നിങ്ങൾക്ക് കയാക്കിങ്ങിനും സൈക്ലിങ്ങിനൊക്കെ പോകാൻ സാധിക്കും. പക്ഷേ അപ്പോഴും ഗ്രൂപ്പ് ഓഫ് 5 ആയിട്ടൊക്കെ നമ്മൾ ഇപ്പോൾ ഒരു വലിയ ഈ ഒരു ഗ്രൂപ്പ് തന്നെയും പോകുന്ന സമയത്ത് ഗ്രൂപ്പ് ഓഫ് 5 ആയിട്ട് സോഷ്യൽ ഗ്യാതറിങ്ങിൻ്റെ ആ ഒരു റൂള് ഫോളോ ചെയ്തുകൊണ്ട് തന്നെയും നമ്മൾ പോകേണ്ടതായിട്ടുണ്ട്. ഈ സബ് ഗ്രൂപ്പ്സ് തമ്മിൽ ഇൻട്രാക്ട് ചെയ്യാവുന്നതാണ്, പക്ഷെ അപ്പോഴും 1 മീറ്റർ ഡിസ്റ്റൻസ് ഒക്കെ കീപ്പ് ചെയ്തിട്ട് തന്നെ വേണം ഇത് ട്രാവൽ ചെയ്യാൻ. ബട്ട് സ്റ്റിൽ അത് ഒരു ഗ്രൂപ്പ് എക്സ്പീരിയൻസ് നമുക്ക് അവിടെ കിട്ടും. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. ഇത്രയൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങൾ, മെയിനായിട്ടും കോവിഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സിംഗപ്പൂരിലുള്ളത്. ഇവിടുത്തെ ട്രാവൽ പുറത്തേക്കൊക്കെ കുറേ കൂടി സാധ്യതകൾ കൂടി വന്നിട്ടുണ്ട്.
ഇന്ത്യയിൽ കോവിഡ് സ്ഥിതിഗതികൾ ഗുരുതരമായിട്ട് തന്നെ തുടരുകയാണ്. മരണനിരക്ക് 1,16,616 കവിഞ്ഞു. ഗവൺമെൻറ് കണക്കുകൾ പ്രകാരം ഇപ്പോൾ 77 ലക്ഷത്തിലധികം ആളുകൾക്കാണ് കൊറോണ വൈറസ് ബാധിക്കപ്പെട്ടിട്ടുള്ളത്. കേരളത്തിലും അവസ്ഥ അതീവ ഗുരുതരമാണ്. ഇന്നലെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത് 7,482 കേസുകളാണ്. ഇന്ത്യയിൽ ഏറ്റവും അധികം ബാധിക്കപ്പെട്ടിട്ടുള്ളത് മഹാരാഷ്ട്രയിൽ തന്നെയാണ്. ഇപ്പോഴും കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ 2ാം സ്ഥാനത്ത് കേരളമാണ്. അപ്പം വളരെ നമുക്ക് ആശങ്ക ജനിപ്പിക്കുന്ന വാർത്തകളാണ് നാട്ടിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ബുള്ളറ്റിൽ പറഞ്ഞ മാതിരി തന്നെയും അപ്പം നമ്മൾ ആ ഒരു കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ മാർഗനിർദ്ദേശം അനുസരിച്ച് 14 ദിവസമാണ് ക്വാറന്റൈൻ നിഷ്കർഷിച്ചിട്ടുള്ളത്. പക്ഷേ ഓരോ സംസ്ഥാനങ്ങളിലും അവരവരുടേതായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളുണ്ട്. കേരളത്തിലേക്ക് പോകുന്ന യാത്രക്കാർക്ക് സംസ്ഥാന ഗവൺമെൻറ് നിർദ്ദേശിച്ചിരിക്കുന്നത് 7 ദിവസത്തെ ക്വാറന്റൈനാണ്, ഹോം ക്വാറന്റൈനാണ്. അതിൽ കോവിഡ് ടെസ്റ്റ് എടുത്ത ശേഷം നെഗറ്റീവ് ആണെങ്കിൽ ക്വാറന്റൈൻ തുടരേണ്ട ആവശ്യമില്ല. അപ്പം ഇൻ്റർനാഷണൽ പാസഞ്ചേഴ്സിന് 7 ദിവസവും ഹോം ക്വാറന്റൈനാണ് ആവശ്യമുള്ളൂ. അത് കർണാടകത്തിലും സെയിം ആണ്. ഇതുപോലെ നമ്മൾ എവിടേക്കാണോ യാത്ര ചെയ്യുന്നത് അതനുസരിച്ച് നമുക്ക് ഇത് അതാത് സംസ്ഥാനങ്ങളിലെ തീരുമാനങ്ങൾ എന്തെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് യാത്ര ചെയ്യുക. ഓരോ സ്ഥലത്തും വ്യത്യാസമുണ്ട്. പിന്നെ നമ്മൾ തമിഴ്നാട് വഴി യാത്ര ചെയ്യുന്നവരുടെ ഒരു ന്യൂസ് എപ്പോഴും പറയാറുണ്ടായിരുന്നു, PCR ടെസ്റ്റ് കമ്പൽസറി ആണ്. അത് ഉറപ്പായിട്ടും എടുത്തിരിക്കണം. ടെസ്റ്റ് യാത്രയ്ക്ക് മുമ്പായിട്ടുള്ള 96 മണിക്കൂറിന് മുന്നേ ആയിട്ടാണ് PCR ടെസ്റ്റ് എടുത്തിട്ടുണ്ടാവേണ്ടത്. അതിന് ക്ലിനിക്സൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം അധികം ആരെങ്കിലും തമിഴ്നാട് വരെ പോകുന്നുണ്ടെങ്കിൽ, നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നതിൻ്റെ കാരണം ആരെങ്കിലും പുതുതായിട്ടൊരാൾ കാണുന്നുണ്ടെങ്കിൽ ഇൻഫോർമേറ്റീവ് ആവട്ടെ എന്ന് കരുതിയിട്ടാണ്. തമിഴ്നാട് വഴി പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്നതിൽ PCR ടെസ്റ്റ് വേണം എന്നുള്ളത് കൊണ്ട് തന്നെയും ഇവിടെ അംഗീകൃതമായിട്ടുള്ള PCR ടെസ്റ്റ് നടത്തുന്ന ക്ലിനിക്കുകളുടെ ലിസ്റ്റ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അത് പ്രീ ബുക്കിംഗ് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഏതൊക്കെയാണെന്ന് കണ്ടറിഞ്ഞ് നമ്മൾ ടിക്കറ്റിനനുസരിച്ച് ഈ 96 മണിക്കൂർ മുന്നേ ടെസ്റ്റ് റിസൾട്ട് കിട്ടാൻ പാകത്തിനൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാം. ഇനി നാട്ടിൽ കുടുങ്ങിപ്പോയ പ്രവാസികൾക്കുള്ള ധനസഹായം ലഭിക്കാത്തവർക്ക് രേഖകൾ പുനർസമർപ്പിക്കാനുള്ള ഒരു സാധ്യത അനൗൺസ് ചെയ്തിട്ടുണ്ട്. ജനുവരി 1 ശേഷം നാട്ടിലെത്തുകയും ലോക്ക്ഡൗൺ കാരണം മടങ്ങിപ്പോകാൻ കഴിയാതെ വരികയും ചെയ്ത പ്രവാസികൾക്ക് നൽകുന്ന 5,000 രൂപയുടെ ധനസഹായത്തിന് അപേക്ഷിക്കുകയും തുക ലഭിക്കാതെ വരികയും ചെയ്തവർക്ക് രേഖകളിലെ തകരാറ് പരിഹരിക്കാൻ ഒരു അവസരം കൂടിയാണ്. www.norca.org എന്ന വെബ്സൈറ്റിലാണ് കോവിഡ് സപ്പോർട്ട് എന്ന ലിങ്കിൽ കയറി തിരുത്തലുകൾ വരുത്തുക. അപ്പോൾ എന്തെങ്കിലും ഡോക്യുമെൻറ്റിൻ്റെ എറർ കൊണ്ടായിരിക്കണം ആ ഒരു ധനസഹായം കിട്ടാതെ പോയത്. അപ്പം www.norcaroots.org എന്നുള്ള വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് വീണ്ടും അതിനുവേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. ഓക്കെ. ഇനി സിംഗപ്പൂരിൽ നമ്മൾ കഴിഞ്ഞ വാർത്തകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വോല ഫ്രാൻസ് സിംഗപ്പൂർ ഫെസ്റ്റിവൽ അത് ഇന്നലെ തൊട്ട് തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എല്ലാവരും വെബ്സൈറ്റിൽ നോക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം ഇനിയും അത് സ്റ്റിൽ അവൈലബിൾ ആണ്. അപ്പം ഇന്നലെ ഒക്ടോബർ 22 തൊട്ടിട്ട് നവംബർ 22 വരെ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് എക്സിബിഷൻസും കാര്യങ്ങളൊക്കെ ഇത്രയും കൺട്രോൾഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നമുക്ക് വേണ്ടി നമ്മുടെ ഗവൺമെൻറ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രാൻസിൽ കുറച്ച് കമ്മ്യൂണിറ്റീസും അങ്ങനെ ഒരു ടീമൊക്കെയാണ് ഇത് ഫെസ്റ്റിവൽ ചെയ്യുന്നത്. ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അതിൽ കുറച്ച് അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യത്തെപ്പറ്റി നമ്മൾ പറയുണ്ടായി. 2 ആഴ്ച ഒക്ടോബർ 24 തൊട്ട് നവംബർ 8 വരെ ഒരു ഫ്രാൻസിലെ പെയിൻറ്റിങ്സ് ഒക്കെ ഒരു VR എഫക്റ്റിൽ കാണാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതിൻ്റെ ടിക്കറ്റ് റേറ്റ് ഒക്കെ നമ്മൾ പറഞ്ഞു $10 അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഓഫ് കോഴ്സ് എല്ലാ നിയന്ത്രണങ്ങളും പാലിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും നമുക്ക് ഇങ്ങനൊരു കാര്യം നമ്മുടെ ഗവൺമെൻറ്റും ഈ സിംഗപ്പൂരിലെ ഇങ്ങനെ ആർട്ട് റിലേറ്റഡ് ടീംസൊക്കെ നമുക്ക് ചെയ്തു തരാം. അപ്പോൾ അത് ആസ്വദിക്കുക, അതിനുള്ള സാഹചര്യങ്ങളെല്ലാം യൂസ് ചെയ്യാം. ഓക്കെ. പിന്നെ ഈ നവംബർ 16 മുതൽ നമുക്ക് ട്രേസ് ടുഗെദർ ആപ്സ്
സിനിമാസിൽ കമ്പൽസറി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ സിനിമാസിൽ സിനിമ കാണാൻ പോകുമ്പോൾ ട്രേസ് ടുഗെദർ ആപ്പ് നമ്മുടെ കയ്യിൽ കമ്പൽസറി ആക്കിയിട്ടുണ്ട്. സാധാരണ സ്കാൻ ചെയ്ത് സേഫ് എൻട്രി ആണ് എടുക്കാറുള്ളൂ. പക്ഷേ ട്രേസ് ടുഗെദർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക, അല്ലെങ്കിൽ ടോക്കൺ നിങ്ങൾ CCs ഏതാണെന്ന് നോക്കിയിട്ട് ഗോവേർ എന്നുള്ള ആ ഒരു വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങളുടെ ടോക്കൺ കരസ്ഥാക്കുകയാണെങ്കിൽ ആപ്പിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് എൻട്രി ചെയ്യേണ്ടതായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ടും അത് ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സിനിമ കാണാൻ പോകുമ്പോൾ അതിനൊരു മുടക്കം വരരുതല്ലോ. അപ്പോൾ ആദ്യമേ നമ്മൾ ട്രേസ് ടുഗെദർ ആപ്പിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാക്കാം. ഓക്കെ, ഇനി നമുക്ക് മലേഷ്യയിലെ കുറച്ച് കാര്യങ്ങൾ അറിയാം. മലേഷ്യയിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്തിരുന്നു. ആ കാര്യങ്ങളൊക്കെ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇന്നലത്തെ ഒരു കണക്കനുസരിച്ചിട്ട് മലേഷ്യയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 847 പുതിയ കേസുകളാണ്. ഇന്നലെ ഒരു ദിവസത്തെ കേസാണിത്. ഇതിൽ 5 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അത് വളരെ എണ്ണം കൂടി വരുന്ന ഒരു അവസ്ഥയുണ്ട് മലേഷ്യയിൽ. അപ്പം അതൊക്കെ വേഗം മാറട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മരണം 5 ആയിട്ടുണ്ട്. ഇന്നലെ ഒറ്റ ദിവസത്തെയാണ് കേട്ടോ. ഇന്തോനേഷ്യയിലെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് നോക്കിയാൽ രാജ്യത്താകെ 4442 രോഗികളാണ് ഇന്നലെ ഈ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഈ ഒരാഴ്ച കൊണ്ട് കൂടിയത്. ലൈക്ക് ഇൻക്രീസ് ഇൻ കോവിഡ് കേസസ് ആണ് ഈ പറഞ്ഞ 4442 എന്നുള്ളത്. 102 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. രോഗമുക്തി നേടിയവരുടെ എണ്ണം 3.5 ലക്ഷമാകുന്നു. അപ്പം ഒരുപാട് പേര് റിക്കവറും ആവുന്നുണ്ട്. നമ്മളൊരു സമരം നടന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഓംനിബസ് ലോക്കെതിരെ വിദ്യാർത്ഥികൾ നടത്തിയ ഒരു സമരമുണ്ടായിരുന്നു. ആ ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ഒരു റാലി നടന്നിരുന്നു. അതിൽ പങ്കെടുത്ത 123ഓളം വിദ്യാർത്ഥികൾക്ക് COVID-19 സ്ഥിരീകരിക്കുകയുണ്ടായി. അപ്പോൾ ആ ഒരു സംഭവത്തിന് ശേഷം ഈ നമ്മുടെ നബിദിന ആഘോഷങ്ങൾക്ക് അവർ കൂടുതൽ റെസ്ട്രിക്ഷൻസ് ഇന്തോനേഷ്യൻ ഗവൺമെൻറ് കൊടുത്തിരിക്കുകയാണ്. അതുപോലെ ഈ വാരാന്ത്യം, ഈ വീക്കെൻഡിൽ വീടുകളിൽ തന്നെ ചെലവഴിക്കണമെന്ന് സർക്കാർ അവരുടെ ആൾക്കാരോട് അപേക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ അവസ്ഥ മോശമായി വരുംതോറും അവർ കൂടുതൽ സ്ട്രിക്റ്റായേ പറ്റൂ. അപ്പം ഏതെങ്കിലും മലയാളികളൊക്കെ ഇന്തോനേഷ്യയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ റൂൾസൊക്കെ പാലിക്കുക. കഴിവതും പുറത്തു പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാലിക്കുകയൊക്കെ ചെയ്യാം. ഓക്കെ, ഇനി ഒക്ടോബർ 26 മുതൽ സിംഗപ്പൂർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ വിദേശികൾക്ക് സന്ദർശന അനുമതി കൊടുക്കാൻ, അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കാനൊക്കെ ബത്താം ഭരണകർത്താക്കൾക്ക് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു അറിയിപ്പും കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. മേയർ ഷ്യാംസുൽ ബഹ്റുമാണ് ഇത് അറിയിച്ചിരിക്കുന്നത്. കേസുകൾ കൂടുന്നുണ്ട്, അവർ റെസ്ട്രിക്ഷൻസ് വരുത്തുന്നുണ്ട്. എങ്കിലും സിംഗപ്പൂർ ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങളിൽ നിന്നും അവർ ആളുകളെ വിദേശത്തു നിന്നും വരാനുള്ള സാഹചര്യങ്ങളും അതെല്ലാം നടപടികൾ സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ കൂടുതലും സേഫ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യുകയായിരിക്കും അവർ ചെയ്യേണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മരണാനന്തര ചടങ്ങുകൾക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോം ഇന്തോനേഷ്യ ഉപയോഗിക്കുന്നു എന്നുള്ളത് ഭയങ്കര പുതിയൊരു വാർത്തയായിരുന്നു. കാരണം മതപരമായിട്ടൊക്കെ ഒരുപാട് നിർബന്ധനകളുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പം ഇപ്പം മറ്റു രാജ്യങ്ങളിലും നമ്മളും ഇന്ത്യയിലും വിദേശങ്ങളിലൊക്കെ ഒരുപാട് ആഘോഷങ്ങളും ചടങ്ങുകളും നമ്മൾ ഓൺലൈനായിട്ടും വാട്സാപ്പ് കോൾ വഴിയും ഒക്കെ സൂംസ് വഴിയൊക്കെ ചെയ്യുന്നതായിട്ട് നമുക്കറിയാം. ഇന്തോനേഷ്യ പോലെ ഒരു രാജ്യം അങ്ങനെ തീരുമാനങ്ങൾ, അങ്ങനെയുള്ള ഉപയോഗങ്ങളും കൂടി വരുന്നതിൻ്റെ അർത്ഥം അത്രയും കേസുകളുണ്ട്, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് അവർ ആചാരങ്ങൾ മാറ്റിവെച്ച് ഇങ്ങനത്തെ ചേഞ്ച് വരുന്നു എന്നുള്ളത് ലോകത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ വാർത്തയാണ്. ഇത്രയാണ് മലേഷ്യ, ഇന്തോനേഷ്യ, അവിടുത്തെ കോവിഡ് കേസുകളുടെ കാര്യങ്ങൾ. ഓസ്ട്രേലിയയിൽ ഒക്ടോബർ 22 ഇന്നലെ വരെയുള്ള ഒരു അപ്ഡേറ്റ് ആണ്, ന്യൂസ് കേസുകളാണ്. നമ്മൾ ഓസ്ട്രേലിയയെ പറ്റിയൊരു റിക്വസ്റ്റ് ഒക്കെ നമുക്കുണ്ടായിരുന്നു. അപ്പം ഓസ്ട്രേലിയയിൽ നിന്ന് നമുക്കൊരു പ്രതിനിധി നമ്മളെ ഇങ്ങനത്തെ ന്യൂസുകൾ എത്തിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവിടെ ടോട്ടൽ കേസ് 27,466 ആണ്. അവിടെ റിക്കവർ ആയിട്ടുള്ളവർ 25,007, അത്രയും ആൾക്കാർ റിക്കവർ ആയിട്ടുണ്ട്. ടോട്ടൽ മരണം 905 ഇത് 22 അപ്ഡേറ്റ് അനുസരിച്ചിട്ടാണ് കേട്ടോ. ന്യൂ സൗത്ത് വെയിൽസിൽ കോവിഡ് നിയന്ത്രണങ്ങളിൽ കൂടുതൽ ഇളവുകൾ നടപ്പാക്കുമെന്ന് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഓരോ റീജിയണിൽ അനുസരിച്ചിട്ടും ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ട്. വിക്ടോറിയയിൽ കോവിഡ് സാഹചര്യം മെച്ചപ്പെടുന്നതിനാൽ കൂടുതൽ ഇളവുകൾ നൽകുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചു. ഞായറാഴ്ച അർദ്ധരാത്രി മുതലാണ് ഇളവുകൾ പ്രാബല്യത്തിൽ വരിക.
ഇനി ഒക്ടോബർ 19 മൺഡേ തൊട്ട് കുറച്ച് ഇളവുകൾ വന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് വേഗം നോക്കാം. കാര്യം ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. വ്യായാമത്തിനോ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് സമയപരിധി ഉണ്ടാവില്ല. എപ്പോൾ വേണമെങ്കിലും പുറത്തു പോയിട്ട് എക്സസൈസും മറ്റു കാര്യങ്ങളും ചെയ്യാവുന്നതാണ്. വീട്ടിൽ നിന്ന് 25 കിലോമീറ്റർ വരെ അകലത്തിലേക്ക് പോവാം. ആദ്യം 5 കിലോമീറ്റർ ആയിരുന്നു, അത് കൂട്ടി. അതേപോലെ കെട്ടിടങ്ങൾക്ക് പുറത്ത് 2 വീടുകളിൽ നിന്നുമുള്ള 10 പേർക്ക് മീറ്റ് ചെയ്യാം. 5 പേരെ പുറത്ത് മീറ്റ് ചെയ്യാൻ പാടുണ്ടായിരുന്നുള്ളൂ, ഇപ്പം അത് 10 കൂട്ടി. റിയൽ എസ്റ്റേറ്റ് ലേലങ്ങൾ 10 പേരെ വെച്ച് നടത്താം. വാണിജ്യ റിയൽ എസ്റ്റേറ്റ് ഇൻസ്പെക്ഷനുകൾ തുടങ്ങും. അതുപോലെ തന്നെ ടെന്നീസ് കോർട്ടുകൾ, ഗോൾഫ് കോഴ്സുകൾ, ഇങ്ങനത്തെ പാർക്കുകൾ, ഹെയർ ഡ്രസ്സുകൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓപ്പൺ ആവും. ഔട്ട്ഡോർ നീന്തൽ കുളങ്ങളിൽ 30 പേർക്ക് വരെ അനുമതിയുണ്ട്. ഇൻഡോർ നീന്തൽ കുളങ്ങളിൽ ഒറ്റയ്ക്കായുള്ള ഹൈഡ്രോതെറാപ്പി ചികിത്സകൾ അവർ തുടങ്ങിക്കഴിഞ്ഞു കേട്ടോ. പിന്നെ ബിസിനസ് പ്ലാനും കാര്യമാണെങ്കിൽ ഔട്ട്ഡോറിലുള്ള നിയന്ത്രണമല്ലാത്ത അറ്റകുറ്റപ്പണികൾ, നവീകരണങ്ങൾ, വീട് പെയിന്റിംഗ് തുടങ്ങിയ പരമാവധി 5 പേരെ ഉൾപ്പെടുത്തി നടത്താവുന്നതാണ്. ഓട്ടോമേറ്റഡ് കാർ വാഷിംഗ് നടക്കുന്നതാണ്. അതുപോലെ തന്നെ ഔട്ട്ഡോർ ഫോട്ടോഗ്രാഫിക്ക് അനുമതി ലഭിച്ചു കഴിഞ്ഞു. അലൈഡ് ഹെൽത്ത് സർവീസുകൾക്കൊക്കെ അതിന് അനുമതി ലഭിച്ചു കഴിഞ്ഞു. ഇനി റീജിയൻ ഓഫ് വിക്ടോറിയയിൽ വീട് സന്ദർശനത്തിലുള്ള ബബിളുകൾ പിൻവലിച്ച് കൂടുതൽ 2 പേരെയും അവർക്കൊപ്പമുള്ള കുട്ടികളെയും വീട് സന്ദർശനത്തിന് അനുവദിക്കും. ഏത് വീട്ടിൽ നിന്നുമുള്ളവർക്കും വീട്ടിൽ സന്ദർശിക്കാം. അതുപോലെ റെസ്റ്റോറൻറ്റുകളും കഫേകളും ഔട്ട്ഡോറിൽ 70 പേരും ഇൻഡോറിൽ 40 പേരും വെച്ചിട്ട് അവർക്കത് തുറന്ന് പ്രവർത്തിക്കാവുന്നതാണ്. കെട്ടിടങ്ങൾക്ക് പുറമെയുള്ള മതപരമായ ചടങ്ങുകൾക്ക് 20 പേരെ വരെ ഉൾക്കൊള്ളിക്കാം. ഇൻഡോർ നീന്തൽ കുളങ്ങളിൽ 18 വയസ്സിൽ താഴെയുള്ളവരെ അനുവദിക്കും. എന്നാലും പരമാവധി 20 പേരാണ്. ലൈബ്രറികളും കളിപ്പാട്ട ലൈബ്രറികളും ഒക്കെ തുറന്ന് പ്രവർത്തിക്കും. അപ്പോൾ ഇത് ഓസ്ട്രേലിയയിൽ തന്നെ പല ഏരിയയിലുള്ള അപ്ഡേറ്റ്സ് ആണ് കേട്ടോ. അപ്പം ചില കാര്യങ്ങൾക്ക് മാത്രമേ പുറത്തു പോകാൻ പാടുന്നുള്ളൂ എന്നുള്ള ഒരു ഇത്രയും കാലത്തിൽ ഇത്രയും ഒക്ടോബർ 19 മുതൽ ഉണ്ടായിട്ടുള്ള അപ്ഡേറ്റ്സ് ആണിത്. നവംബർ 2 മുതൽ വരാൻ പോകുന്ന ചേഞ്ചസ് ആണ് ഇനി പറയാൻ പോകുന്നത്. ഇപ്പം ഇത്രയും കാര്യങ്ങൾ അവിടെ അനുവദനീയമാണ്. ഇനി നവംബർ 2 മുതൽ ചില സാഹചര്യങ്ങൾക്ക് മാത്രമേ പുറത്തു പോകാൻ പാടുള്ളൂ എന്നുള്ള ഒരു നിയന്ത്രണം ഓസ്ട്രേലിയയിൽ പിൻവലിക്കും. ഇപ്പം ഫലത്തിൽ എന്ത് കാരണത്തിനും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വരും. വീട് സന്ദർശനത്തിനുള്ള ബബ്ല് ഒഴിവാക്കും. 2 പേർക്കും അവർക്കൊപ്പമുള്ള കുട്ടികൾക്കും ദിവസത്തിൽ 1 തവണ വീട് സന്ദർശിക്കാം. അതായത് ഏതെങ്കിലും ഒരു കുടുംബത്തിന് ദിവസം 1 തവണ വീട് സന്ദർശിക്കാം. എല്ലാ ദിവസവും ഒരേ കുടുംബം തന്നെ ആവണം എന്നില്ല. അപ്പം പല വീടുകളിലായിട്ട് നമുക്ക് വീടുകളിൽ സന്ദർശനം അനുവദനീയമാണ്. റീറ്റെയിൽ വിൽപ്പന സ്ഥാപനങ്ങൾ തുറക്കും. റെസ്റ്റോറൻറ്റുകളും കഫേകളും കെട്ടിടങ്ങൾക്കുള്ളിൽ 20 പേരും പുറത്ത് 50 പേരും എന്ന രീതിയിൽ തുറന്ന് പ്രവർത്തിക്കാം. ബ്യൂട്ടി പാർലറുകൾ തുറക്കും. 18 വയസ്സിന് മേലെയുള്ളവർക്ക് ശാരീരിക സമ്പർക്കമില്ലാത്ത കായിക ഇനങ്ങളും 18 വയസ്സിൽ താഴെയുള്ളവർ എല്ലാ കായിക മത്സരങ്ങളും പുനരാരംഭിക്കും. അതേപോലെ വിവാഹങ്ങളിൽ 10 പേരെയും മരണാനന്തര ചടങ്ങുകളിൽ 20 പേരെയും വെച്ച് നടത്താനുള്ള അനുമതി ലഭിക്കും. ട്രാവൽ ബബിളുകളും ന്യൂസിലാൻഡിൽ നിന്നെത്തുന്നവരുടെ പേരിൽ ഫെഡറൽ സർക്കാരും സംസ്ഥാന സർക്കാരുകളും തമ്മിൽ തർക്കം നിലനിൽക്കുന്നുണ്ട്. NSWയും നോർത്തേൺ റോട്ടറിയും മാത്രമേ ന്യൂസിലൻഡുമായുള്ള യാത്രാ ബബിളിന് ഭാഗമായുള്ളൂവെങ്കിലും ഇതിലൂടെ എത്തിയ ന്യൂസിലൻഡുകാർ മറ്റു സംസ്ഥാനങ്ങളിലും യാത്ര ചെയ്യുന്നത് അവർ ആശയക്കുഴപ്പത്തിലായിട്ടിരിക്കുകയാണ്. സോ യാത്രാ ബബിളിലൂടെ ഡിസ്നിയിലേക്ക് എത്തിയ 90 പേരെങ്കിലും വിക്ടോറിയ, വെസ്റ്റേൺ ഓസ്ട്രേലിയ, ടാസ്മേനി എന്നീ സംസ്ഥാനങ്ങളിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഉൾപ്പെടെ മറ്റു 3 രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന കൂടുതൽ ഓസ്ട്രേലിയക്കാരെ തിരിച്ചെത്തിക്കാനുള്ള പദ്ധതിയുടെ വിശദാംശങ്ങൾ ഫെഡറൽ സർക്കാർ പ്രഖ്യാപിച്ചു. ഇന്ത്യക്ക് പുറമെ ഇംഗ്ലണ്ട്, ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ തിരിച്ചെത്തിക്കാനായിട്ട് ക്വാണ്ടസുമായുള്ള കരാറിന് സർക്കാർ ധാരണയുണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനെ എത്തുന്നവർക്ക് ഡാർവിനിലെ ഹാർവേഡ് സ്പ്രിംഗ്സിൽ 14 ദിവസം ക്വാറന്റൈൻ നിർബന്ധമാക്കിയിരിക്കുകയാണ്. കോവിഡ് നിയന്ത്രണങ്ങൾക്ക് ശേഷം ഓസ്ട്രേലിയയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ വിമാനത്താവളത്തിലെ പരിശോധനയ്ക്ക് കൊടുക്കുന്ന സുപ്രധാന മാറ്റം വരുന്നുണ്ട്. അവിടെ യൂസ് ചെയ്തിരുന്നത് പേപ്പറിലുള്ള ഇൻകമ്മിങ് പാസഞ്ചർ കാർഡുകളാണ്. അത് കൂടുതൽ ഡിജിറ്റൽ ഡിക്ലറേഷൻ കാർഡുകളാക്കി മാറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, അതുവരെ മാറ്റിയിട്ടില്ല, എന്നാലും അതൊരു അപ്ഡേറ്റ് ആണ്. അപ്പം അങ്ങനെയുള്ള
മാറ്റങ്ങൾ ഓസ്ട്രേലിയയിൽ നവംബർ 2 ശേഷം സംഭവിക്കും. ഇത്രയുമാണ് ഓസ്ട്രേലിയ, ഇന്തോനേഷ്യ, മലേഷ്യ അങ്ങനത്തെ രാജ്യങ്ങളിൽ നിന്നുള്ള ചെറിയ ചെറിയ കോവിഡ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇനി നമ്മൾക്ക് എൻ്റർടൈൻമെൻറ്റ് ന്യൂസിൻ്റെ ഭാഗമായിട്ട് പറയുകയാണെങ്കിൽ, ഇന്ത്യയിൽ കൊറോണ വ്യാപനത്തിൽ കഴിഞ്ഞ 7 മാസമായി അടഞ്ഞുകിടുന്ന തിയേറ്റേഴ്സ് ആൻഡ് മൾട്ടിപ്ലെക്സ് അൺലോക്ക് 5.0 ഗൈഡ് ലൈനിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് സംസ്ഥാനങ്ങളിൽ ഒക്ടോബർ 15 മുതൽ പ്രവർത്തനം പുനരാരംഭിച്ചു. അതൊരു വലിയ ഇൻഡസ്ട്രി ആയിരിക്കും, ഒരുപാട് പേർക്ക് ജോലി സാധ്യതകൾ തുറന്നു കിട്ടുന്ന ഒരു കാര്യമാണത്. ഡൽഹി, ഹരിയാന, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലാണ് ഇപ്പോഴും 50% ഒക്യുപ്പൻസി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ബാക്കി സംസ്ഥാനങ്ങളിൽ വരും ദിവസങ്ങളിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അനുമതിയോടുകൂടി പ്രവർത്തനം ആരംഭിക്കും എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഓക്കെ, ഒരു സിനിമ റിലീസ് ഉണ്ട്. അത് നവംബർ 12-നാണ്. ഒരുപാട് പേർക്ക് അറിയുണ്ടാവും. നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്യുന്ന ലൂഡോ എന്ന സിനിമ. അതിൽ അനുരാഗ് ബാസു ആണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. അഭിഷേക് ബച്ചൻ, രാജ്കുമാർ റാവു, ആദിത്യ റോയ് കപൂർ, സാനിയ മൽഹോത്ര, പേർലി മാണി എന്നിവരൊക്കെ അഭിനയിക്കുന്ന ബോളിവുഡ് മൂവി ലൂഡോ അത് റിലീസാവുന്നുണ്ട് നെറ്റ്ഫ്ലിക്സ് പ്ലാറ്റ്ഫോമിൽ. അപ്പോൾ അതൊരു വലിയ പ്രതീക്ഷയുള്ള സിനിമയാണ്. പിന്നെ വേറെ ഒരു കാര്യം, കുറച്ച് നല്ല കാര്യമല്ല, കാര്യം ജോലി പോകുന്ന കാര്യമാണ്, അത് ഒരിക്കലും നല്ല കാര്യമല്ല. അപ്പം ഹോങ്കോങ്ങിൻ്റെ എയർലൈൻസ് ആയിട്ടുള്ള കാത്തെ പസഫിക് ഒരു കൺഫർമേഷൻ അറിയിക്കേണ്ടായി. അവർ 8500ഓളം ജോലികൾ കട്ട് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളത്. അത് വളരെ വിഷമമുള്ള കാര്യമാണ്. അതിലൊരു 5300 ലോക്കൽ സ്റ്റാഫുകൾക്കും 600ഓളം ഓവർസീസ് ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കും ജോലി നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇനിയും ഒരു 2600ഓളം ജോബ് അവർ കട്ട് ചെയ്യും, അവർ ഇൻടേക്സ് കുറയ്ക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ സാധിച്ചിട്ടുണ്ട്. അത് തീരുമാനമാവാതെ ഇരിക്കുകയാണ്. കോസ്റ്റ് റിഡക്ഷൻ്റെ ഭാഗമായിട്ടാണ് അവർ അങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. അതിൽ അഫക്റ്റഡ് ആയിട്ടുള്ളവർക്ക് കഴിവതും വേഗം ജോലിയൊക്കെ ആവട്ടെ, ഫിനാൻഷ്യൽ ക്രൈസിസിലേക്കൊന്നും പോവാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. സിംഗപ്പൂർ, ജർമ്മനി ഒരു ഗ്രീൻ ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് ഒഫീഷ്യൽ ആൻഡ് ബിസിനസ് ട്രാവലേഴ്സിന് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്യുന്നതായിട്ട് ഒരു ഇൻഫർമേഷൻ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ജർമ്മനിയും സിംഗപ്പൂരും തമ്മിലൊരു ഗ്രീൻ ലൈൻ ഓപ്പൺ ചെയ്യാമെന്ന് പറയുമ്പോൾ കൂടുതൽ ബിസിനസ് ട്രാവലും അതുപോലെ വർക്ക് റിലേറ്റഡ് ട്രാവൽസിന് വേണ്ടി ഒഫീഷ്യൽ ട്രാവലിനൊക്കെയുള്ള ഒരു സാധ്യത അവിടെ തെളിഞ്ഞു വരികയാണ്. ഇത്രയുമാണ് പ്രധാനപ്പെട്ട വാർത്തകളുള്ളത്. ഒരുപാട് വാർത്തകളായോ എന്നൊരു സംശയമുണ്ട്. ഞാൻ ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാൻ മെസ്സേജുകളിലേക്കൊന്ന് പോട്ടെ. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എന്നറിയില്ല. കുറേ പേര് കണ്ടു തുടങ്ങിയ വിശേഷമാണ്. വാച്ചിങ്. ബാലൻ അനിൽകുമാർ നമസ്കാരം പറഞ്ഞിട്ടുണ്ട്. ഷിബുദാസ്, താങ്ക് യു ഷിബുദാസ്, ലൈക്ക് തമ്പാണ്. ഒരുപാട് പേര് ഇന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടെങ്കിൽ ജോസഫീൻ, ഐ എം വാച്ചിങ്, താങ്ക് യു ജോസഫീൻ. ചില കാര്യങ്ങൾ പറയുന്നതിന് അപ്പോൾ തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. സോറി, എനിക്കത് നോക്കാൻ സാധിച്ചിട്ടില്ല. മിഥിൻ ദാസ്, വെരി ഇൻഫോർമേറ്റീവ്, താങ്ക് യു മിഥിൻ. ദിവാകരൻ സാബു, നമ്മൾ ഒരു കാര്യം കൂടി ഉള്ളതാണ്. ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഒരു ജോബ് ന്യൂസ് ഉണ്ട്. നമ്മളിപ്പോൾ ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഇപ്പം നമ്മൾ പാർട്ട് ടൈം ജോബൊക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ, പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് കുറേ പേർക്ക് പാർട്ട് ടൈം ജോബൊന്നും അവൈലബിൾ അല്ല. ഒരുപാട് ഹോട്ടലൊന്നും അത്ര ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാത്തതുകൊണ്ട് സോ നമ്മുടെ സ്റ്റഫ്ഡ് എന്ന ഔട്ട്ലെറ്റിൽ അവർ ഓപ്പൺ സർവീസ് ഫോർ ക്രൂസിനെയും ഷെഫ്സിനെയും ഒക്കെ ഏരിയ മാനേജേഴ്സിനെയും ഒക്കെ ട്രെയിനിങ് മാനേജേഴ്സ് അങ്ങനെ പല പല പോസ്റ്റുകളിലേക്ക് അവർ ഹയർ ചെയ്യുന്നുണ്ട്. അത് PR അല്ലെങ്കിൽ സിറ്റിസൺസിനുമാണ് അവർ അപ്ലൈ ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത്. സ്റ്റുഡൻസിനുള്ള സാധ്യത കുറവാണ്. സ്റ്റിൽ പാർട്ട് ടൈം ജോബ് ചെയ്യാൻ പ്ലാൻ ഉള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ലൈക്ക് ഫുൾ ടൈമും അവൈലബിൾ ആയിരിക്കണം എന്നാണ് തോന്നുന്നത്. സോ അവിടെ jobs@stuff.com SGയിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ജോബ് ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. ചോദ്യമുണ്ട്. ദിവാകരൻ സാബു, ഈസ് ദർ എനി റെസ്ട്രിക്ഷൻസ് ഫോർ സിംഗപ്പൂർ ബത്താം സിംഗപ്പൂർ ഫോർ ബിസിനസ് ട്രിപ്പ്? എനി ക്വാറന്റൈൻ റിക്വയർഡ്?
ആക്ച്വലി ക്വാറന്റൈൻസ് എപ്പോഴും റിക്വയർഡ് ആണ്. സിംഗപ്പൂരിൽ വരുന്നവർക്ക് എന്തായാലും ക്വാറന്റൈൻ റിക്വയർഡ് ആണ്. പത്താമിലും അവിടുത്തെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് എത്ര ഡേയ്സ് ആണെന്നുള്ളതനുസരിച്ച് ക്വാറന്റൈൻ എവിടെയും നിർബന്ധമാണ്. ഈ ബിസിനസ് സംബന്ധമായിട്ടുള്ള ട്രാവലുകളാവുമ്പോൾ സ്പെഷ്യൽ അപ്രൂവൽ എടുക്കേണ്ടതായിട്ടും കൂടി ഉണ്ട് കേട്ടോ. അപ്പം റിക്വയർമെൻറ്റ് ഉണ്ട്. അപ്പോൾ സിംഗപ്പൂരിൽ നമുക്കറിയാം 14 days ആണ്. പത്താമിലെ കാര്യങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ഇനി ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ നോക്കട്ടെ. ഒരുപാട് പേര് വാച്ചിങ് എന്നുള്ള ന്യൂസാണ്. രാഹുൽ കേരള, ഹായ് രാഹുൽ. കേരളത്തിലെ വിശേഷമൊക്കെ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. രാഹുൽ കേരള സുഖമാണ്. ഹായ് ഒരുപാട് ഹായ് പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു. ഹലോ. ന്യൂസ് വായിക്കുന്ന തിരക്കിൽ അപ്പം ഹായ് ഹലോ ഒന്നും പറയാൻ സാധിച്ചിട്ടില്ല. സോണി ചാക്കോ, താങ്ക് യു. വെയിറ്റിംഗ് ഫോർ മോർ അപ്ഡേറ്റ്സ് എസ്പെഷ്യലി ആഫ്റ്റർ phase 3. ഷുവറായിട്ടും എല്ലാവരും phase 3 ആണ് കാത്തിരിക്കുന്നത്. phase 3 വരട്ടെ, കുറച്ചുകൂടി ഫ്രീ ആയിട്ടൊക്കെ നമുക്ക് പുറത്തൊക്കെ ഇറങ്ങാൻ പറ്റട്ടെ. സോണി ചാക്കോ, താങ്ക് യു ഫോർ ദ വിഷ്. നമുക്ക് ഒരുമിച്ച് വെയിറ്റ് ചെയ്യാം. രജികുമാർ ഗോപാൽ, ഗുഡ് അപ്ഡേറ്റ്സ്. താങ്ക് യു രജികുമാർ. ജോസഫീൻ, ദിസ് ഈസ് ദ ഓൺലി ന്യൂസ് ഐ വാച്ച്. അയ്യോ, ഇത് മാത്രമാണോ കാണുന്നത്? വേറെയും കണ്ടോളൂ. ഇത് കോവിഡും നമ്മൾ കുറച്ച് ഫോക്കസ് ഉണ്ട് ന്യൂസിന്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സംശയമൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കാണണം. മറ്റു വാർത്തകളും കണ്ടോളൂ. മീനു നിതിൻ, ഇന്ത്യയിൽ നിന്ന് സിംഗപ്പൂരേക്കുള്ള ട്രാവൽ റെസ്ട്രിക്ഷനിൽ വല്ല മാറ്റവും ഉണ്ടോ? ഇന്ത്യയിൽ നിന്ന് സിംഗപ്പൂരേക്കുള്ള ഇല്ല. ട്രാവൽ റെസ്ട്രിക്ഷൻസിൽ മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷോർട്ട് ടേം പാസ് അപ്രൂവ് ആയി തുടങ്ങുന്നു. അപ്പോൾ അതൊരു റെസ്ട്രിക്ഷൻ കുറഞ്ഞ മാതിരിയാണ്. പിന്നെ ആക്ച്വലി കുറേ കാര്യങ്ങൾ അപ്രൂവൽസ് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ചിലർക്കൊക്കെ അപ്രൂവ് ആയി വരുന്നു, അവർക്ക് കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്തവർക്ക് അപ്രൂവൽസ് കിട്ടുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് കുറഞ്ഞിട്ടുണ്ട്. മറ്റു റെസ്ട്രിക്ഷൻസ് എന്ന് പറയുകയാണെങ്കിൽ ഇങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ കിട്ടേണ്ട അപ്രൂവൽസ് നമ്മൾ പറയുണ്ടായി ഓൾറെഡി. ഏതൊക്കെ സ്ഥലത്തിന്, ഇപ്പോൾ സ്റ്റുഡൻ്റ് ആണെങ്കിൽ നമ്മൾ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനിൽ നിന്നും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആവശ്യം, എന്താ പറയുക, അപ്രൂവൽസ് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെയും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ വന്നു കഴിയുമ്പോൾ ഉള്ള ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. എല്ലാ കാര്യങ്ങളും അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ടുണ്ട്. റെസ്ട്രിക്ഷൻസ്, അതായത് കോവിഡ് സ്പ്രെഡ് ചെയ്യാതിരിക്കാനുള്ള എല്ലാ പ്രിക്കോഷൻസും സിംഗപ്പൂർ ഗവൺമെൻറ് എടുക്കും. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഉള്ളതിൽ കൂടുതൽ എന്താ പറയുക, പാസുകളൊക്കെ അപ്രൂവ് ആയി തുടങ്ങുന്നുണ്ട്. പിന്നെ നേരത്തെ നമ്മൾ ജോബിൻ്റെ കാര്യം പറഞ്ഞത് സിംഗപ്പൂർ സിറ്റിസൺസിനും PR-നുമാണ്. അപ്പോൾ അത് പാർട്ട് ടൈം ജോബ്സ് അല്ല കേട്ടോ. ഇത് ആക്ച്വലി പെർമനൻറ്റ് ത്രൂ ജോബ്സ് ആണ്. അവർ ഏരിയ മാനേജറും അങ്ങനത്തെ ഷെഫും അങ്ങനത്തെ പെർമനൻറ്റ് ജോബ് തന്നെയാണ്. ഫുൾ ടൈം ജോബാണ് വേക്കൻസി ഉള്ളത്. അപ്പോൾ അത് പാർട്ട് ടൈം ജോബ് അല്ല കേട്ടോ. രജിത് മട്ടന്നൂർ, ഹായ് രജിത്. പിന്നെ ആരാ, can listen to you speak for hours. എന്താ അല്ലേ. താങ്ക് യു ജോസഫിൻ. നന്ദു, ഞാൻ ഫുൾ നെയിം വായിച്ച് തെറ്റിപ്പോണ്ടെന്ന് എഴുതി നന്ദു എന്ന് മാത്രം വായിക്കുന്നു. ഹായ് നന്ദു. ഓക്കെ, ഇത്രയും പേരാണ് മെസ്സേജ് ഉള്ളത്. ആരെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഞാൻ വിട്ടിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ, ചോദിക്കാം. അപ്പോൾ 55ഓളം പേര് കാണുന്നുണ്ട്. അപ്പോൾ ഈ 55 പേരോടും 53 പേരോടും ഒരുപാട് നന്ദി. ഇത്രയും നേരം ന്യൂസുകൾ അപ്ഡേറ്റ് കേട്ടതിനും അതുപോലെ നിങ്ങളുടെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനിയും എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ ഇഷ്ടമുണ്ടെങ്കിൽ, ആഡ് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. മെയിനായിട്ടും ഇത്രയും കാര്യങ്ങൾ നമ്മൾക്ക് ഇന്നത്തെ ന്യൂസ് ബുള്ളറ്റിൽ പറയാനുള്ളൂ വാർത്തയായിട്ട്. മറ്റു കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു കാര്യങ്ങൾ, നാട്ടിലിപ്പോൾ ഒരുപാട് പേര് ട്രാവൽ ചെയ്ത് പോയി കഴിഞ്ഞു. അവിടെ എത്തിയവരൊക്കെ സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ഇവിടെ ഉള്ളവരെല്ലാവരും സേഫായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. നാട്ടിലുള്ള ഫാമിലിയും മെമ്പേഴ്സും ഒക്കെ സുഖമായിട്ട് തന്നെ ഇരിക്കണമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് പേര് പുതിയ ആൾക്കാർ ജോയിൻ ചെയ്യുന്നുണ്ട്. ജോസഫിൻ, താങ്ക് യു സോ മച്ച്. വന്ദന, യു ആർ വെൽക്കം ജോസഫിൻ. അപ്പം പുതുതായിട്ട് ജോയിൻ ചെയ്യുന്നവരോട് തന്നെയാണ് പറയാനുള്ളത്. നമ്മുടെ ഫ്ലൈറ്റ്സിൻ്റെ കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പ്രവാസി എക്സ്പ്രസിൻ്റെ ടീമുമായിട്ട് എപ്പോൾ വേണമെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പം എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെയുള്ള ന്യൂസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസിൻ്റെ താഴെ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം. അതിന് നമ്മൾ കൃത്യമായിട്ട് ഉത്തരങ്ങൾ പറയുന്നതായിരിക്കും. മാക്സിമം ഇൻഫർമേഷൻസ് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ജോസഫീൻ, ന്യൂസ് കാസ്റ്റ് വാസ് വെരി ഇൻഫർമേറ്റീവ്. യെസ്, നമ്മൾ മാക്സിമം കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യാം. ജോസഫീൻ, താങ്ക് യു ഫോർ ദ ഇൻഫോസ്.
എല്ലാ സപ്പോർട്ടിനും താങ്ക്സ്. നമ്മൾ സ്റ്റഫ്ഡിൻ്റെ കാര്യം പറയണ്ടായി. അപ്പോൾ ഞാൻ അത് സ്റ്റുഡൻസിന് ഒരു ഹെൽപ്ഫുൾ ആവും എന്നൊരു കാര്യം പറഞ്ഞു. അത് കൺഫ്യൂഷൻ ഉണ്ടാക്കിയെങ്കിൽ ഐം സോറി. അത് ആക്ച്വലി പാർട്ട് ടൈം ജോബ് അല്ല. സിംഗപ്പൂർ സിറ്റിസൻസിനും PRസിനും മാത്രമേ ആ ജോലി അവൈലബിൾ ആയിട്ടുള്ളൂ. അതൊരു ഫുൾ ടൈം ജോബാണ്. F&B ചെയിനിൽ പെട്ട ഒരു ഔട്ട്ലെറ്റാണ് സ്റ്റഫ്ഡ്. അപ്പോൾ എല്ലാവർക്കും അറിയുണ്ടാവും. അപ്പം അത് ഒരു ഫുൾ ടൈം ജോബാണ് കേട്ടോ. കൂടുതൽ ആൾക്കാർ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ എൻഡ് ചെയ്യാൻ ടൈമായി. അപ്പം ഒരു റഫായിട്ട് പറയുകയാണെങ്കിൽ ഇന്ന് നമുക്ക് സിംഗപ്പൂരിൽ 10 കേസുകളെ ഉണ്ടായിട്ടുള്ളൂ. ആൻഡ് 0 കമ്മ്യൂണിറ്റി സ്പ്രെഡാണ്. അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. മരണനിരക്ക് കൂടിയിട്ടില്ല. എല്ലാം കൊണ്ടും വളരെ ആശ്വസിക്കാവുന്ന ഒരു അവസ്ഥയിലാണ് സിംഗപ്പൂരിലുള്ള നമ്മൾ ജീവിക്കുന്നത്. ഫ്ലൈറ്റിൻ്റെ കാര്യത്തിൽ ഒരു അപ്ഡേറ്റ് ഉള്ള അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുള്ള ഒക്ടോബർ 30 ബാംഗ്ലൂർ വഴി കൊച്ചിയിലേക്ക് പോകുന്ന ഫ്ലൈറ്റിൽ ഇപ്പോഴും നമുക്ക് ടിക്കറ്റ്സ് അവൈലബിൾ ആണ്. അപ്പം ആവശ്യമുള്ളവർ ബുക്ക് ചെയ്യുക. അതേപോലെ തന്നെയും ഇനി വരാനിരിക്കുന്ന ഫ്ലൈറ്റുകൾ നവംബർ 13, 27 തീയതികളിലാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എപ്പോഴും എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. പിന്നെ അതിൻ്റെ ടിക്കറ്റ് ഫെയർ $375. അപ്പോൾ നമ്മൾ യാത്രയാണല്ലോ ഏറ്റവും ടെൻഷനുള്ള അല്ലെങ്കിൽ ഒരു അപ്ഡേറ്റ് കിട്ടേണ്ട ഒരു കാര്യം. ആ കാര്യത്തോളം എല്ലാവരും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഇവിടെ താമസിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം ട്രേസ് ടുഗെദർ ആപ്പിൻ്റെ കാര്യമാണ് കേട്ടോ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ട്രേസ് ടുഗെദർ ആപ്പ് ഫോണിൽ യൂസ് ചെയ്യുമ്പോൾ നല്ലോണം ചാർജ് ഡ്രെയിനായി പോകുന്നൊരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അതിനൊരു ബദലായിട്ടാണ് നമ്മൾ ട്രേസ് ടുഗെദറിൻ്റെ ടോക്കൺസ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നിങ്ങളുടെ അടുത്തുള്ള CCകളിൽ ഇത് അവൈലബിൾ ആണ്. അപ്പോൾ അത് അന്വേഷിച്ച് എവിടെയാണെന്നുള്ളത് അറിഞ്ഞാൽ അത് നിങ്ങൾ വാങ്ങിക്കാം. അപ്പോൾ ശരിക്കും ടോക്കൺ ടു ഗോ വെയർ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള CCകളുടെ ഡീറ്റെയിൽസ് കിട്ടും, എവിടെ നിന്നാണ് ടോക്കൺ അവൈലബിൾ ആയിട്ടുള്ളത്. കാര്യം നമ്മൾ സിനിമാസിൽ പോലും അടുത്ത് തന്നെയും ഇത് കമ്പൽസറി ആവുകയാണ്. അപ്പോൾ സിനിമ കാണാൻ പോകുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ടാവരുത്. അതുമാത്രമല്ല ട്രേസ് ചെയ്യാൻ ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു ആപ്പാണ്. സിംഗപ്പൂരിലെ പല കേസസും കൺട്രോളിൽ ഗവൺമെൻറ് കിട്ടേണ്ട കാരണവും അതായിരുന്നു. ഇത്രയൊക്കെയാണ് നമ്മുടെ വാർത്തകൾ. ആർക്കും അങ്ങനെ കാര്യമായിട്ട് ചോദ്യങ്ങളൊന്നും കാണുന്നില്ല. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സേഫായിട്ടിരിക്കുക. എന്തെങ്കിലും കോവിഡ് റിലേറ്റഡ് സിംറ്റംസ് ഉണ്ടെങ്കിൽ ഒരു മടിയില്ലാണ്ട് വേഗം തന്നെയും ഡോക്ടറിനെ കാണിക്കുക. അതിനുള്ള ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുക. ടെസ്റ്റുകൾ പറയുകയാണെങ്കിൽ അത് ചെയ്യുക. അപ്പം സ്റ്റേ ഹോം നോട്ടീസൊക്കെ ഒരുപാട് പേർക്ക് ലഭിക്കുന്നുണ്ട്. സ്മേര, വിനയൻ, താങ്ക് യു ദ ഹോൾ ടീം. വെരി ഇൻഫോർമേറ്റീവ്. താങ്ക് യു സ്മേര. എല്ലാ ടീമിനോടും താങ്ക്സ് പറഞ്ഞിരിക്കുകയാണ്. യെസ്, ടീം ആക്ച്വലി നല്ലോണം വർക്ക് ചെയ്യുന്നുണ്ട് എല്ലാ ന്യൂസ് എത്തിക്കാനും. ആൻഡ് വി ആർ ലൈക്ക് ഗ്രോയിങ്. നമ്മൾ കൂടുതൽ ആ വാർത്തകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇന്തോനേഷ്യയിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരോടൊക്കെ താങ്ക്സ് ഉണ്ട്. ലവ് യു. ഓക്കെ, താങ്ക് യു. ഷാജി ഫിലിപ്പ്, ഗുഡ് ഇനീഷ്യേറ്റീവ്. യെസ്, ഇറ്റ് ഈസ് അല്ലേ. നമ്മളിപ്പം ഇങ്ങനത്തെ സമയങ്ങളിൽ മറ്റു വാർത്തകളിലും മുങ്ങിപ്പോകുന്ന പല കാര്യങ്ങളും നമുക്ക് എത്തിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ട്. സോ താങ്ക് യു സോ മച്ച്. ഇനിയും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെയും ചോദിക്കാം, അല്ലെങ്കിൽ പിന്നെയും ചോദിക്കാം. മെയിനായിട്ടും നമ്മൾ നിർത്തിപ്പോകുന്നതിന് മുന്നേയും ലൈക്ക് ആൾക്കാർ റഷ് ആവുന്നതിന് മുന്നേയും ട്രേസ് ടുഗെദർ ആപ്പ് എത്തിക്കാൻ നമുക്ക് വാങ്ങിച്ചെടുക്കാം. ആപ്പിൻ്റെ ബദലായിട്ടുള്ള ട്രേസ് ടുഗെദർ ടോക്കൺ വാങ്ങിച്ചെടുക്കുക. ഉസൈൻ ഹായ് ഉസൈൻ. എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ. അപ്പോൾ ഞാൻ മൊത്തം ന്യൂസ് റിപ്പീറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും ഇപ്പോൾ പുതുതായിട്ട് ജോയിൻ ചെയ്തവർക്ക് മെയിനായിട്ട് എന്തെങ്കിലും അറിയുകയാണെങ്കിൽ കോവിഡ് റിലേറ്റഡ് സിംഗപ്പൂർ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയണേ. പിന്നെ കുറച്ച് ഓസ്ട്രേലിയയിലെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയണ്ടായി. അതൊരു മസ്റ്റായിട്ട് അറിയാൻ നാട്ടിലെ അവസ്ഥയും നമുക്കറിയാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി ഞാൻ വെയിറ്റ് ചെയ്യാം. കാര്യം കുറച്ച് പുതിയ ആൾക്കാർ ജോയിൻ ചെയ്യുന്നതായിട്ട് കാണുന്നു. അപ്പം ന്യൂസ് എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഇല്ലെങ്കിലും ഈ ന്യൂസ് നിങ്ങൾക്ക് റിപ്പീറ്റഡ്ലി കാണാവുന്നതാണ്. ഐ തിങ്ക് ആൾക്കാർ ജോയിൻ ചെയ്യുന്നുണ്ട്, പക്ഷേ ഒരു ചോദ്യത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല. ഷജുൻ, ഹായ് ഷജുൻ. അപ്പം എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു.
ഇനി 2 ദിവസം ഓഫ് ഡേയ്സ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഗിരീഷ് ഗിരി ഹായ് ഇപ്പോൾ വന്നോളൂ എന്ന് തോന്നുന്നു. സോ നമ്മൾ കുറച്ച് ന്യൂസൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഗിരീഷ്. അപ്പം മൊത്തം ലൈവായിരുന്നു, പക്ഷേ ഇപ്പം നമുക്ക് അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. മൊത്തം ന്യൂസുകൾ കാണാം. ഈ ന്യൂസിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ, ഇനി എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ ഇതിൻ്റെ താഴെ നിങ്ങൾക്ക് ചോദിക്കാം, നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല വീക്കെൻഡ് ആശംസിക്കുന്നു. എല്ലാവരും മാസ്കുകൾ ധരിക്കുക, പുറത്തു പോകുമ്പോൾ 1 മീറ്റർ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക, എല്ലാവിധ പ്രിക്കോഷൻസും യൂസ് ചെയ്യുക. നാട്ടിലുള്ളവർ കാണുന്നുണ്ടെങ്കിൽ അവരായാലും, ഓസ്ട്രേലിയയിലുള്ളവർ കാണുന്നുണ്ടെങ്കിൽ അവരായാലും, എല്ലാവരും, ലോകത്തുള്ള എല്ലാ മലയാളികളും പരസ്പരം ഈ നല്ല ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, അപ്പം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.